ഇത്രയും ദുർബലരായിരുന്നോ കേരളത്തിലെ പുരുഷജനം? കൗതുകകരം എന്ന് തോന്നാമെങ്കിലും ഗൗരവമുള്ള ഒരു പഠനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ മികച്ച മാനസികാരോഗ്യമുണ്ടെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ അങ്ങനെയല്ലെന്നാണ് ഒരു പഠനം പറയുന്നത്. മാനസിക പ്രശ്നങ്ങളാൽ സംസ്ഥാനത്ത് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകളുടെ ആത്മഹത്യാ നിരക്ക് പുരുഷന്മാരെക്കാൾ കുറവാണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് അസിസ്റ്റന്റ് ഷിബുവും അസിസ്റ്റന്റ് ഗ്രേഡ് 1 ബ്രിജേഷ് സിജെയും നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 25 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന ആത്മഹത്യകളെ അപഗ്രഥിച്ച് നടത്തിയ പഠനമായിരുന്നു ഇത്. ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ 2,28,566 ആത്മഹത്യകളിൽ 73.7% പുരുഷന്മാരും 26.3% സ്ത്രീകളുമാണ്. ആത്മഹത്യക്ക് പ്രേരണയാകുന്ന കാരണങ്ങളിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളിലെ ഉലച്ചിലുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1996, 2021 കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2,28,566 ആത്മഹത്യകളിൽ ഏകദേശം 34% കുടുംബ പ്രശ്നങ്ങളും 26% രോഗകാരണങ്ങളുമാണ്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഡേറ്റ അടിസ്ഥാനത്തിലാണ് ഈ പഠനം നടത്തിയത്. കേരളത്തിൽ വ്യക്തികളുടെ ആത്മഹത്യാ സാധ്യതയെ രൂപപ്പെടുത്തുന്നതിൽ വ്യക്തിബന്ധങ്ങളും ആരോഗ്യവുമായി ബന്ധപ്പെടുത്തുന്ന വെല്ലുവിളികളും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ആത്മഹത്യാ മഹാമാരിയെ ഫലപ്രദമായി ചെറുക്കുന്നതിനും മാനസികാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇടപെടലുകളിലൂടെയും പിന്തുണാ സംവിധാനങ്ങളിലൂടെയും ഈ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രണയ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതൽ. ഇക്കാരണത്താൽ ജീവിതം അവസാനിപ്പിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം യഥാക്രമം 2055-ഉം 1668-ഉം ആയിരുന്നു. വിവാഹ പ്രശ്നങ്ങൾ, പരീക്ഷയിലെ പരാജയം എന്നിവ കാരണം ആത്മഹത്യകളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിലുണ്ട്. 30 മുതൽ 44 വയസ്സും 45 മുതൽ 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാരിൽ ആത്മഹത്യാ പ്രവണത കൂടുതലാണെന്ന് പഠനം കണ്ടെത്തി. പുരുഷന്മാരിൽ 45 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ദുർബലരായത്. അതേസമയം 15-നും 29-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ഉയർന്ന അപകട സാധ്യതകൾ അഭിമുഖീകരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 59 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുടെ ആത്മഹത്യയുടെ പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളും 60 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രശ്നം അസുഖങ്ങളുമാണ്. 44 വയസ്സിന് താഴെയുള്ള സ്ത്രീകളുടെ ആത്മഹത്യയുടെ പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങൾ, 45 വയസ്സിന് മുകളിലുള്ളവർക്ക് രോഗകാരണങ്ങളുമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 25 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നത് 2002-ലാണ്, അതായത് 9,810 എണ്ണം. ഏറ്റവും കുറവ് 2015-ൽ, അന്ന് റിപ്പോർട്ട് ചെയ്തത് 7,692 എണ്ണം. ദാരിദ്ര്യവും കുടുംബ ബാധ്യതയും മൂലമുള്ള ആത്മഹത്യകൾ വർഷങ്ങളായി കുറഞ്ഞു വരികയാണ്. 30-നും 44-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ ആത്മഹത്യയിലും കുറവുണ്ടായി. 60 വയസ്സിന് മുകളിലുള്ളവരിൽ വർധനവുണ്ടായി. മയക്കുമരുന്ന് ദുരുപയോഗം മൂലം പുരുഷന്മാരുടെ ആത്മഹത്യ വർദ്ധിക്കുന്നതായും പഠനം പറയുന്നു.